നമുക്ക് കുറച്ച് ബുക്ക് മാർക്സ് ഉണ്ടാക്കാം. ഒരു 5 എണ്ണമൊക്കെ ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 5ഉം നല്ല ക്യൂട്ടിന് എസ്തറ്റിക് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ തന്നെ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ഒരു ബണ്ണി തീമിൽ. ഇത് ഭയങ്കര ക്യൂട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബുക്കിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതൊരു ബുക്ക് മാർക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളെന്തായാലും അവിടുത്തെ സ്കൂളിലെ പിള്ളേരുടെ സ്റ്റാറായിരിക്കും. കാരണം വേറൊന്നുമല്ല, ഇത് അത്ര ക്യൂട്ടാണ് കാണാൻ. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് കുറേ നേരം നോക്കിയിരുന്നു. ഹായ് എന്ത് രസം. മോൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ബണ്ണി 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 എന്നും പറഞ്ഞ് നടക്കുകയായിരുന്നു കേട്ടോ. അടുത്തത് പിന്നെ കുറച്ചും കൂടി ക്യൂട്ടാണ്, എന്നാലും നമുക്ക് ആ ഭയങ്കര ക്യൂട്ട്നെസ് തുളുമ്പുന്നൊരു സാധനമല്ല, എന്നാൽ നല്ല രസമാണ് കാണാൻ. ഒരു ചെറിയ തീമിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. കുറച്ച് ചെറികൾ ഞാൻ ആൽക്കഹോളിക് മാർക്കർ ഉപയോഗിച്ചിട്ട് അങ്ങനെ വരച്ച് കൊടുത്തിട്ട് പിന്നെ അതിനൊരു സാറ്റിൻ റിബൺ കെട്ടി കൊടുത്തപ്പോൾ അതും നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. മറ്റേ ബണ്ണി പക്ഷെ അതിനേക്കാളും ഭംഗിയായിട്ടാണ് കാണാൻ. അങ്ങനെ പിന്നെ അടുത്തത് ഉണ്ടാക്കാൻ ഇത് ഭയങ്കര രസമുള്ള സാധനമല്ല, ഗ്രിഡ് ലൈൻസ് വെച്ചിട്ട് വരുന്നത്. ഇത് നമ്മൾ ബുക്കിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എനിക്ക് ഗ്രിഡ് ലൈൻസ് പാറ്റേൺ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ഇത് ഗ്രിഡ് ലൈൻ പേപ്പർ കണ്ടാലും ഞാനത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാറുണ്ട്. കാരണം അത് കാണാൻ ഭയങ്കര രസമല്ലേ. അപ്പം ഞാനത് പിൻട്രസ്റ്റ് കണ്ടു ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ വൈ നോട്ട് നമുക്ക് ചെയ്തുകൂടാ, ഞാനങ്ങനെ വരച്ച് നോക്കിയതാണ് കേട്ടോ. എനിക്കിതും ചെയ്തപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെപ്പോഴും ക്യൂട്ട്നെസ്സിൻ്റെ ഭാഗമായ പിങ്ക് കളർ തന്നെ എടുത്തു. എന്തുകൊണ്ട് ക്യൂട്ട്നെസ്സിനൊരു കുറവ് നമ്മൾ കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഈ ഗ്രിഡ് ലൈൻസ് വരച്ച് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിന് ഞാനൊരു വൈറ്റ് സാറ്റിൻ റിബണും കെട്ടിക്കൊടുത്തു. അപ്പോൾ അതെൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയി തോന്നുന്നു. ഇനിയും പണിയെടുക്കാം. പിന്നെ അത് മതിയെന്ന് വിചാരിച്ചു, ഓവറാക്കി ചളാക്കണ്ടെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് അലക്കുളുത്ത് പരിപാടിയായിട്ട് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു പെർഫെക്റ്റ് അല്ല, എന്നാൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ ഞാനിത് പിൻട്രസ്റ്റ് കണ്ടിട്ട് ചെയ്തതാട്ടോ. ചെയ്ത് വരുമ്പോൾ ഇത്ര ഭംഗിയുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ചെയ്യുമ്പോൾ ഞാൻ ഇത് കാണാൻ വലിയ കോലമില്ല എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇങ്ങനെ ഒരു 4 ഹാർട്ടൊക്കെ വരച്ച് കൊടുത്തിട്ട് റാൻഡമായിട്ട് ഹാർട്ട് ഷേപ്പ് ബ്ലാക്ക് പെൻ കൊണ്ട് വരച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് അലക്കുലത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഭംഗിയുണ്ട്. റൂഹി ബേബി കിടന്ന് കളിക്കുന്ന ശബ്ദമാട്ടോ നിങ്ങൾ കേൾക്കണം. അവൾ കരയുന്നതല്ല, അവൾ കൈയും കാലിട്ട് അടിച്ച് കളിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കാൻ കരഞ്ഞിട്ട് ഞാൻ കുട്ടീനെ എടുക്കണില്ല. അവൾ നല്ല കളിയിലാണ്. ഇന്ന് കളി ഭയങ്കര കുറവായിരുന്നു, പകൽ മൊത്തം ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഫുള്ള് കളിയില്ല. ഇനി ഉറക്കം എപ്പോഴാണ് തമ്പുരാനറിയാം. സത്യം പറഞ്ഞാൽ കണ്ട നല്ല കളിയിലാണ്. അങ്ങനെ അപ്പോൾ കണ്ട ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇതൊരു ബുക്ക് മാർക്കായിട്ട്, ഒരു വിൻറ്റേജ് ബുക്കിലൊക്കെ ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനം. അടുത്തതായിട്ട് ഇത് ഞാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ട്, എന്നാലും ഇത് ചെയ്ത് ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ്. വേറൊരു തീം, എന്താ പറയുക, നമുക്കൊരു കളർഫുൾ തീമായിട്ട് ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാൻ, നമ്മുടെ ഗുഡ് മൂഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ബുക്ക് മാർക്ക്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇതിൽ ഞാൻ ബോർഡറായിട്ട് യൂസ് ചെയ്തത് സിൽവർ കളറാണ്. സിൽവർ കളറിനേക്കാളും എനിക്ക് തോന്നുന്നത് ഗോൾഡൻ കൊടുത്താൽ ഇതിനേക്കാളും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. ഗോൾഡൻ കളർ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും സിൽവർ എൻ്റെ കയ്യിൽ അവൈലബിളായി ഉള്ളത് കൊണ്ടുമാണ് കേട്ടോ ഞാൻ സിൽവർ കൊടുത്തത്. നിങ്ങളിൽ ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഗോൾഡൻ കളർ കൊടുക്കേണ്ടതാണ്. അതിൻ്റെ ഇടയിൽ അവൾ കിടന്ന് ഓളിടണം. അങ്ങനെ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഒരു 5 ബുക്ക് മാർക്ക്. ഈസിയാണ് കേട്ടോ, ഭയങ്കര ഈസിയാണ് ചെയ്ത് നോക്കാനും ചെയ്യാനും. എന്തായാലും ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതെന്തായാലും ചെയ്ത് നോക്കാനും മറക്കരുത്. ഓക്കെ.